വഴിപ്പെടുന്നതിലൂടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളത്. അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലൂടെയാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുള്ളത്. എല്ലാ അവസ്ഥയിലും അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലാണ് ഉറപ്പുണ്ടാവണം. അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത്. അവൻ എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ആരുമില്ല സാർമാർ. ഒരാളെ കൊണ്ട് തടയാൻ കഴിയില്ല. ആരെ കൊണ്ട് തടയാൻ കഴിയും? അള്ളാഹു താല എന്ത് തീരുമാനിച്ചാലും അത് നടപ്പിലാവും. അവൻ ഉദ്ദേശിച്ചവൻ ചെയ്യും. അവൻ ഉദ്ദേശിച്ചവൻ പ്രവർത്തിക്കും. അവൻ എല്ലാത്തിന്റെ മേൽ നിരുപാധികം കഴിവുള്ളവനാണ്. അതില്ല, അതുകൊണ്ട് ഇപ്പോൾ നടക്കൂല, ഇതുണ്ടായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു, അങ്ങനൊന്നുമില്ല. അള്ളാഹ് എന്ത് തീരുമാനിച്ചതുണ്ടാവും. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഖൗമിനെ അള്ളാഹുലേക്ക് വിളിച്ചു. ആളുകൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആവർത്തിച്ചവർ അള്ളാഹുലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. വിശ്വസിക്കാൻ തയ്യാറായില്ല. അവസാനം ആ ജനങ്ങൾ കൂടി സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, സാലിഹ്, നീ പറയണ്ടല്ലോ നീ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പ്രവാചകനാണെന്ന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിന്റെ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. നീ ഒരു കാര്യം ചെയ്യും, ആ കാണുന്ന പാറന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി നിൽക്കവേ ആ കാണുന്ന പാറന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകം വരണം, ഗർഭിണിയായത്, എന്നിട്ട് അത് ഒന്ന് പ്രസവിക്കണം, അതിന്റെ പാല് ഞങ്ങൾ കുടിക്കണം. സാർമാരെ സ്നേഹിതന്മാരെ, ഓരങ്ങനെ പറഞ്ഞു. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഏ അല്ലാഹ്, അടിവിന്റെ അടിമകൾ നീടിങ്ങനെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ അതിനെ ഏർപ്പാടുണ്ടാക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവന്റെ കുദറത്ത് കൊണ്ട് പാറിന്റെ ഉള്ളിൽ ഒട്ടകത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു. സമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു ഒട്ടകത്തിന് കൊണ്ടുവരണമെങ്കിൽ പാറ തന്നെ വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ വേറൊരു ഒട്ടകം തന്നെ വേണമെന്നില്ല. അവൻ എവിടുന്നാണ് ഉദ്ദേശിച്ചത് അവൻ ചെയ്യാൻ കഴിവുള്ളവനാണ്. പാറിന്റെ ഉള്ളിൽ നിന്ന് ഗർഭിണിയായ ഒട്ടകം വന്നു, അത് പ്രസവിച്ചു. പക്ഷെ ജനങ്ങൾ വിശ്വസിച്ചില്ല. അല്ലാഹു തആല സമുദായത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഓരോ നബിമാരുടെയും ജീവിതത്തിൽ നബിമാർ ചെയ്ത ദഅവത്ത് അള്ളാഹുവിലേക്കായിരുന്നു, അള്ളാഹുവിന്റെ മഹത്തായിരുന്നു. അവനെല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. അവനാണ് കാര്യങ്ങൾ നടത്തുന്നത്, അവനാണ് സംരക്ഷിക്കുന്നവൻ, അവനാണ് പരിപാലിക്കുന്നവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അവനാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂപമൂലമാണോ? അവൻ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചാലേ നടക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചാലേ തടയാൻ ആരില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മാതിയ ലിമാ മനഅത. പടച്ചവനെ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകിയതിനെ തടയാൻ ആരെ കൊണ്ട് സാധിക്കൂല. അല്ലാഹു തആല എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ വിചാരിച്ചാൽ ദുനിയാവിലെ മുഴുവൻ ശക്തികളും ചേർന്ന് അത് തടയണമെന്ന് വിചാരിച്ചാൽ നടക്കോ? ഒരിക്കലും നടക്കൂല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, പടച്ചവനെ നീ നൽകിയതിനെ തടയാൻ ആരെ കൊണ്ട് സാധിക്കൂല. വലാ മാതിയ ലിമാ മനഅത, വലാ മാതിയ ലിമാ മനഅത, നീ തടഞ്ഞ ഒന്നിനെ തരാനും ആരുമില്ല പഠിച്ചു. അല്ലാഹു തആല എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കണ്ടെന്ന് വിചാരിച്ചില്ലെങ്കിൽ ദുനിയാവിലെ മുഴുവൻ ആൾക്കാരും ചേർന്നാലും അത് കൊടുക്കാൻ സാധിക്കൂല. അവിടെ സാർമാർ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തു'തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തു'തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അള്ളാഹു പറയാൻ നബിയെ തങ്ങളോട് പറഞ്ഞൊടുക്കും, അല്ലാഹു മാലിക്കൽ മുൽക്ക്, അധികാരികളുടെ അധികാരി നീയാണ് പടച്ചവനെ. തു'തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകും. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്ന അധികാരത്തെ നീ പിടിച്ചു വാങ്ങും. തുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ ഒരു ഇസ്സത്തിലാക്കും, നീ ഉദ്ദേശിക്കുന്നതിനെ നീ നിന്ദനാക്കും. ഇസ്സത്ത്, അന്തസ്, പദവിയൊക്കെ ആരാ കൊടുക്കണം സാർമാരെ? അള്ളാഹുവാണ്. ഓൻ ഉദ്ദേശിക്കുന്നവരെ ഇസ്സത്തിലാക്കും, ഓൻ ഉദ്ദേശിച്ചവരെ നിന്ദയിലാക്കും. ഇതൊന്നും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല സാർമാരെ. ഒരാൾക്ക് ഒരാളെ നിയന്ത്രിക്കാൻ കഴിയില്ല, ഒരാൾക്ക് ഒരാളെ നിയന്ത്രിക്കാൻ കഴിയില്ല. എല്ലാത്തിനും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ നിസ്സാരന്മാരായ അടിമകളാണ് നമ്മൾ. അള്ളാഹുവിന്റെ നിസ്സാരന്മാരായ അടിമകൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടാവണം. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹുവിന്റെ ഓർമ്മയും ചിന്തയാണ്. അല്ലാതെ ഒരു പരിഹാരമില്ല. പൈസ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ തീരുന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. നമ്മളും അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കാൻ. പൈസ ഉണ്ടായ പ്രശ്നം തീരെ സാറുമാര്. എത്രയോ പൈസ ഉള്ള ആൾക്കാർ ഉറക്കിട്ടാത്തതിന്റെ പേരിൽ ഉറക്ക ഗുളിക വാങ്ങി കുടിക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ഉറക്കില്ലാത്തതിന്റെ പേരിൽ ആ ഉറക്ക ഗുളിക വാങ്ങി കുടിച്ചോണ്ടിരിക്കുക. സമ്പത്തുണ്ടായാൽ എന്റെ പ്രശ്നം തീർന്നു,
അല്ലെങ്കിൽ എനിക്ക് നല്ല വീടുണ്ടായതിന്റെ പ്രശ്നം തീർന്നു, നല്ലൊരു കമ്പനി ഉണ്ടായതിന്റെ പ്രശ്നം. ഇതൊക്കെ മനുഷ്യന്റെ ധാരണകളാണ്. ഇതൊക്കെ ഉള്ള ആൾക്കാർ വീണ്ടും പ്രശ്നത്തിലാണ്. ആണോ അല്ലേ? ചെറിയൊരു വീടുണ്ടായിരുന്നു, ഓല വീടായിരുന്നു. ആദ്യം ഒരു വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അന്ന് വരുന്ന വിചാരിച്ചു കുറച്ചതിന് ഈ വാടക വീട്ടിൽ നിന്ന് മാറി ഒരു തൽക്കാലം ഒരു ഓലന്റെ ഷെഡാണെങ്കിൽ കുഴപ്പമില്ല, ആ ഷെഡ് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ അധ്വാനിച്ചു, പരിശ്രമിച്ചു, പൈസ ഒരുമിച്ച് കൂട്ടി, ഒരുപാട് ത്യാഗം ചെയ്തു. അവസാനം കുറച്ച് പൈസ ഒരു കൂട്ടി ഒരു വീട് വാങ്ങി, ഒരു ഓലന്റെ ഒക്കെ കെട്ടിയൊരു വീട്. അതിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നമൊക്കെ തീർന്നില്ലേ? എന്താ നിങ്ങൾ പറയാത്തെ? തീർന്നോ? നിങ്ങൾ കുറച്ച് ചേർന്നിരിക്കോ? കുറച്ചും കൂടി ഇരുന്നോളി. മാഷാ അല്ലാഹ് കബൂലാക്കട്ടെ. മാഷാ അല്ലാഹ്, മാഷാ. പ്രശ്നം തീർന്നോ? നിങ്ങളെന്താ ഒന്നും പറയാത്തെ? തീർന്നോ? തീർന്നില്ല. അയാൾ കുറച്ച് കഴിഞ്ഞാൽ പറയും ഇത് എല്ലാ വർഷവും കെട്ടണം, ഇതാകെ പ്രശ്നമാണ്, ഇതിൽ സേഫ്റ്റി ഇല്ല, അതിൽ സുരക്ഷിതത്വമില്ല, അവിടെ ഇത് എങ്ങനെങ്കിലും മാറ്റി ഒന്ന് ഓടാക്കിയാലൊരു സമാധാനം. എന്നാ പിന്നെ എന്ത് ചെയ്യണ്ട, വർഷം എന്ത് ചെയ്യണ്ട, ഓല വെച്ച് കെട്ടൊന്നും വേണ്ട, ഒരു ഓടായ പ്രശ്നം തീർന്നത്. അങ്ങനെ വീണ്ടും അധ്വാനിച്ചു, പരിശ്രമിച്ചു, വർഷങ്ങളുടെ അധ്വാനത്തിന്റെ പേരിൽ ഓടാക്കി. പ്രശ്നം തീർന്നോ? എവിടെ തീരാൻ? പിന്നെയും പ്രശ്നമാണ്. പിന്നെ അധ്വാനിച്ചു, പരിശ്രമിച്ചു, ഓടാണ്. ഓടൊക്കെ എടുത്തിട്ട് കള്ളന്മാരിറങ്ങും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ടെറസാവാൻ വേണ്ടി പിന്നെയും പണിയെടുക്കണം. ടെറസായി, കോൺക്രീറ്റിന്റെ വീടായി. തീർന്ന പ്രശ്നം? തീർന്നോ? പിന്നെയും പ്രശ്നമാണ്. ഒരു ഭയങ്കര ചൂടാണ്. ആര് എന്താണ് ഉണ്ടായാല് ഭയങ്കര ചൂട്. ഇതിന്റെ ചൂട് നിന്നൂടാ. ഓ, ഇതിന്റെ മുകളിൽ ഉണ്ടാക്കണ ഒരു തട്ടും കൂടി അറിയും. എന്തിനാണ്? താഴത്ത് തണുപ്പിട്ട് മുകളിലേക്ക് ഒരു തട്ടുണ്ടാക്കണം. പിന്നെയും പണിയെടുക്കാൻ. അങ്ങനെ മുകളിൽ തട്ടുണ്ടാക്കി. അതോടുകൂടി പ്രശ്നം തീർന്നോ? തണുപ്പ് വന്നോ? മോൾക്ക് വരെ നിൽക്കാൻ പറ്റില്ല അറിയും. അതുകൊണ്ട് എത്ര പെട്ടെന്ന് മോള് ടെറസിന്റെ മുകളിൽ എന്തിടണം? ഓടിടണം. വലിയ വിലയുള്ള ഓടൊക്കെ വാങ്ങിയിട്ട് ടെറസിന്റെ മുകളിലിട്ടു. പ്രശ്നം തീർന്നോ? പ്രശ്നം എപ്പോഴും ബാക്കി തന്നെ. ഇങ്ങനെ വൃദ്ധ മനുഷ്യന് തോന്നുകയാണ്. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഒരു പാവപ്പെട്ട ആളാണ്. രാവിലെ പണിക്കവും 100-200 കിട്ടും അയാൾക്ക്, 250-300 കിട്ടും. അയാൾ റാഹത്തായതുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ പഴയ കാലങ്ങൾ ഓർത്ത് നോക്കി, ഒരു വീടിന് മുന്നിൽ ഒരു കല്ലുകൊണ്ട് കെട്ടിണ്ടാക്കി ഒരു കട്ടിലുമായിട്ടുള്ളതുണ്ടാവില്ല, ഒരു തിണ്ണ കണ്ടില്ല? പഴയ കാലത്തൊക്കെ ഇങ്ങനെ വീടിന്റെ കൊലായിലെല്ലാം അതിലെല്ലാം ഇങ്ങനെ ആ ഒരു കാലാണ്. ചെറിയ പൈസ ഉള്ളൂ കൂലിപ്പണിക്ക്. പക്ഷെ അയാളെ സഹോദരിന്റെ പെങ്ങളെ മകൻ വിദേശത്ത് പോയി. ഓൻ തിരിച്ചു വന്നു. ഇയാളുടെ അമ്മോനാണ്. ഓൻ വന്നു, അമ്മോനെ കണ്ടു, അന്വേഷിച്ചു. ഗൾഫിക്ക് 2ാമത് പോവാണ്. അന്വേഷിച്ചു വന്നതാണ്. അപ്പൊ പള്ളിയിൽ പോയതാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥിര സ്വഭാവം എന്താണ് പറഞ്ഞാൽ രാവിലെ പണിക്കവും നിസ്കാരം കഴിയും, പിന്നെ അസറിന് നിസ്കാരം കഴിയും, പിന്നെ കുളിച്ച് ഡ്രസ്സ് മാറി മഗ്‌രിബിന് പള്ളിയിൽ പോകും, വലിയൊരു ടോർച്ചൊക്കെ അയച്ച്. പിന്നെ പള്ളിയിലിരുന്ന് ദിക്റും ദുആയും സലാത്തൊക്കെ കഴിഞ്ഞ് ഇശായൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, വീട്ടിലേക്ക് വരല്. എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. ആ തിണ്ണന്റെ മുകളിൽ പായൊക്കെ പിടിച്ച് നല്ല കാറ്റും കൊണ്ട് റാഹത്തായിട്ട് ഉറങ്ങും. ഒരു ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഇയാളുടെ പെങ്ങളെ മകൻ ചോദിച്ചു, ഞാൻ നിങ്ങളെ കകനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു, അപ്പൊ നിങ്ങൾ പള്ളി വന്നു പറഞ്ഞു, ഞാൻ നാളെ രാവിലെ പോവാണ് എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പോണ സമയത്ത് ഇയാളെ കയ്യിൽ കുറച്ച് പൈസ എടുത്തു. അപ്പൊ ഇയാൾ പറഞ്ഞു വേണ്ടെന്നൊക്കെ പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം കൊടുത്തു. ഇയാൾ പോയതിന്റെ ശേഷം നോക്കുമ്പോണ്ട് 10,000 രൂപ ഉണ്ട്. സാധാരണ ഇയാളിൽ എത്ര ഉണ്ടാവില്ല? 100-200 ഒക്കെ ഉണ്ടാവുള്ളൂ. 10,000 രൂപ കിട്ടി. അയാൾ പെരെ വന്നു, കഞ്ഞൊക്കെ കുടിച്ചു. അയാൾക്ക് ഉറങ്ങിയിട്ട് എന്തായില്ല. കാരണം ഈ 10,000 രൂപ എവിടെ വെക്കുക? വെച്ചിട്ട് തന്നെ മൂപ്പറിങ്ങനെ ആലോചിക്കുക. അതുകൊണ്ട് പിന്നെ എന്താ കാട്ടുക? എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. എന്തെങ്കിലും ചെറുക്കത് ആലോചിച്ച് എന്ത് പോയി വേറെ ആദ്യത്തെ ഉറങ്ങിയ ആളിഞ്ഞ് ആലോചിച്ചിട്ട് ഉറക്കം പോവാണ്. നമ്മൾ വിചാരിക്കാണ് പൈസ വന്ന പ്രശ്നം തീരും. പൈസ ഉണ്ടായിട്ടുള്ള പ്രശ്നം പിന്നെ എന്താണ് ആളുകൾ ഇറങ്ങിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ തോട്ടം, ഒരു 4-5 ഏക്കർ വലിപ്പമുള്ള വലിയൊരു പറമ്പ്, നിരന്ന് നിൽക്കണേ, നല്ല ചുമന്ന മണ്ണ്. അവിടെ വലിയൊരു വീടുണ്ടാക്കി. അതിന്റെ സെന്ററിൽ കൊട്ടാരമായിട്ടുള്ള വീട്, വലിയ കോമ്പൗണ്ട് വാള്, വലിയ മുതലൊക്കെ കെട്ടിയിട്ടുണ്ട്. 1-2 ആളെ ഹൈറ്റിൽ. അടിച്ചുപൊളി ഗേറ്റിന്റെ അടുത്തൊരു ചെറിയ റൂമുണ്ട്. ആർക്കുള്ളതാണ്? ഗേറ്റിന്റെ അടുത്തുള്ള ചെറിയ റൂം ആർക്കുള്ളതാണ്? കൂർക്കാസിനുള്ളതാണ്. എവിടെ കൂർക്കാസിന് അറിയില്ലേ?
പറഞ്ഞറിയില്ലേ, ഗേറ്റ് കീപ്പറിനുള്ളതാണ് അത് വെച്ചെടുത്തത്. അങ്ങനെ ഭയങ്കര വലിയ വലിയ പഴവർഗ്ഗങ്ങളുടെ ചെടികള്, പുഷ്പങ്ങള്, വലിയ ഗാർഡന് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടില്. ചാലെല്ലാം കീറിയിട്ട് അതിന് വെള്ളം അതിന്റെ ഉള്ളിൽ കൂടെ ഒഴിച്ചു പോകുന്നുണ്ട്, അതിന് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, അടിയിൽ കൂടെ ലൈറ്റ് കത്തുന്നുണ്ട്, മത്സ്യങ്ങൾ ഇങ്ങനെ പറമ്പ് പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങനെ ഭയങ്കര സെറ്റപ്പുള്ള വീടാണ്. വിദേശ നിർമ്മിത ഒരു കാറുണ്ട്. അവിടെയുള്ള ആരൊക്കെയാണ്? ആ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ എത്ര ആളുള്ളത്? ഒരു ഭാര്യ, ഭർത്താവ്, 2 മക്കൾ, 4 ആൾക്കാരാകുള്ളത്. ചെറിയ 2 കുട്ടികളുണ്ട്. ഒരു ദിവസം ഞായറാഴ്ച ഒരു വലിയ വിദേശ നിർമ്മിത കാറിൽ പുറത്തേക്ക് പോയി. ഉച്ചയ്ക്ക് ശേഷം എവിടെയൊക്കെ ബീച്ചിലും ആടുകളെല്ലാം പോയി. അപ്പൊ ഈ ഗേറ്റ് കീപ്പർ ഗേറ്റൊക്കെ അടച്ചു ഇങ്ങനെ കാത്തിക്കാണ്, ഇയാൾ വരണം. രാത്രി 8 മണി, 9 മണി, 10 മണി, ആളില്ല. ഇവനാണെങ്കിൽ ഇയാളെ ഒന്ന് ലോക്ക് ചെയ്താൽ കടന്നുറങ്ങാന്ന് വിചാരിച്ചിരിക്കാണ്. അപ്പൊ നോക്കുമ്പോ വരുന്നില്ല. അവസാനം വന്നത് എത്ര മണിക്കാണോ? 12 മണി കഴിഞ്ഞപ്പോ വന്നപ്പോ ഇങ്ങനെ വരുന്നുണ്ട്. ബോണടിച്ച ഇയാൾ ഓടിപ്പോയി ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു. അവരിങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിൽ 2 കുട്ടികൾ ഉറങ്ങിയിന്. ഇയാളും ഭാര്യയുണ്ട്. ഇയാൾ വണ്ടി നേരെ വിട്ടുപോയി. അപ്പൊ അങ്ങനെ ഇയാളിങ്ങനെ പാസ് ചെയ്ത് പോകും. 12 മണിക്കാണ് ഇയാൾ ഗേറ്റിലൂടെ കൊണ്ട് പോയപ്പോൾ ഈ കൂർക്കാസ് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു, എന്താ പോയി ഇയാളൊക്കെ ജീവിതത്തിന് അവസ്ഥ. ഇയാളെ ഭാര്യയും കുട്ടികളൊക്കെ കൊണ്ട് കാറിൽ പോയതാണ്. എത്ര റാഹത്താണ് ഇയാളുടെ ജീവിതം. ഏതോ വലിയ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് ഇപ്പം വന്ന് ഈ സ്വസ്ഥമായിട്ട് വലിയ ബംഗ്ലാവ് പോലുള്ള വീട്ടിൽ AC ഒക്കെ ഇട്ട് സുഖമായിട്ടായ കുറഞ്ഞാം. ഇയാളൊക്കെ ഒരു ജീവിതത്തിന് സുഖം. അയാളുടെ വിരിക്കണ ആ കാർഡ്ബോർഡും അല്ലെങ്കിൽ അയാളുടെ ആ ഷീറ്റൊക്കെ നോക്കിയിട്ട് എൻ്റെ ഒരു കഷ്ടപ്പാട് എന്നൊക്കെ പറഞ്ഞ് ഏതായാലും അയാൾ കിടന്നുറങ്ങി ഗേറ്റൊക്കെ പൂട്ടിയിട്ട്. ഇയാൾ വീട്ടിൽ പോയി കുട്ടികളൊക്കെ പതുക്കെ കയറി ഇറങ്ങി. ഇയാൾക്ക് ഉറക്കൊന്നുമില്ല. ഇയാൾ പോയിട്ട് കുളിച്ചു, ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി വീടിന്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ ഇരിക്കാണ്. ഭാര്യയോട് പറഞ്ഞു നമുക്ക് ഉറക്കിടുമ്പോൾ ഇങ്ങോട്ട് കയറി ഉറങ്ങാം. 2 ആളും ഇരുന്ന് വർത്താനം പറഞ്ഞ കുറേ കാര്യങ്ങൾ. കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കൊന്നും വരുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു നമുക്കൊന്ന് ഇറങ്ങി നടക്കാം, കുറേ ആയില്ലതിൽ വന്നിട്ട് വീടിന്റെ പരിസരമൊക്കെ നോക്കിയിട്ട്. അങ്ങനെ അയാളെ തോട്ടത്തിൽ 5 ഏക്കർ തോട്ടത്തിൽ ഇറങ്ങി ഇങ്ങനെ നടന്നു. ഓരോ പഴവർഗ്ഗങ്ങൾ അതൊക്കെ ലൈറ്റ് കത്തുണ്ട്, മത്സ്യങ്ങൾ ഇങ്ങനെ ഓടുണ്ട്, അതിന്റെ ആഹാരമൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് ഈ ഗേറ്റിന്റെ പരിസരത്തേക്ക് എത്തി. ഗേറ്റിന്റെ പരിസരത്തേക്ക് എത്തിയപ്പോൾ ഭയങ്കര ഒരു സൗണ്ട് ഉണ്ട്, ഇങ്ങനെ ജനറേറ്ററിന്റെ ഒക്കെ മാതിരിയുള്ളൊരു സൗണ്ട്. എന്താ സൗണ്ട്? കൂർക്കം വലിക്കാണ്. എന്താണ് കൂർക്കാസ്? ഭയങ്കര വിലയിരിക്കാണ്. അപ്പൊ ഇയാൾ ഭാര്യനോട് ചെന്താണിത്? ഭാര്യനായി നമ്മളെ കൂർക്കാസ് എന്ത് ചെയ്യാന്? കൂർക്കം വലിക്കാണ്. അപ്പൊ ഇയാൾ പറയണ ഇപ്പോഴല്ലേ നമ്മൾ അങ്ങോട്ട് ഗേറ്റ് തുറന്ന് വന്നത്, അപ്പൊ തന്നെ ഒന്നും തുറക്കുറഞ്ഞു. അതുകൊണ്ടൊക്കെ ഒരു സുഖം നോക്കിയായി. ആര് പറയാണ്? മുതലാളി പറയണം അതുകൊണ്ടൊക്കെ ഒരു സുഖം നോക്കിയാണ്. 1.5 മണിക്കൂർ കൊണ്ട് മുന്നേ ഇയാളത് പറയുന്നു. ആര്? ഈ കൂർക്കാസ് പറയുന്ന അയാളൊരു സുഖം നോക്കിയാണ്. ചുരുക്കത്തിൽ രണ്ടും എന്താണ് പറഞ്ഞാൽ വെറുതെ എല്ലാവരും ആട്ടുമുട്ടൊക്കെ പറയാണ്. എല്ലാവരും അസ്വസ്ഥതയിലാണുള്ളത്. പൈസ ഉള്ളവന് അസ്വസ്ഥത, പൈസ ഇല്ലാത്തവന് അസ്വസ്ഥത. നമ്മളായിരിക്കും പൈസക്കാരനുണ്ട് വലിയ കാറിലൊക്കെ പോകണമെന്ന് നമ്മളായിരിക്കും അയാളൊക്കെ ഭയങ്കര സംഭവമാണ്, ഞാൻ അയാളായ മതിയനെ എന്നൊക്കെ വിചാരിക്കും. എന്താണ്? ഞാൻ അയാളായ മതിയനെ, ഞാൻ അയാളെ വീട്ടിൽ ജനിച്ചാൽ മതിയനെ എന്നൊക്കെ വിചാരിക്കും. ഭയങ്കര ഗേറ്റും ഭയങ്കര വീടും ഭയങ്കര സെറ്റപ്പൊക്കെ കാണുമ്പോൾ സാർമാരെ അയാളെന്ത് വിചാരിക്കുന്നുണ്ടാവും? നമ്മളവിടെ കയറി ഒരു ചെറിയ കട കയറി അവിടുന്ന് ചായ കുടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ നെല്ലിക്കുപ്പിലിട്ട് വാങ്ങിയൊക്കെ തിന്നുമ്പോൾ അയാൾ വലിയ വണ്ടിക്ക് ഇങ്ങനെ പോകുമ്പോൾ അയാളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഇവനൊക്കെ എത്ര ഭാഗ്യമാണ്, ഓനക്കൊക്കെ ജീവിക്കാൻ ആകെ 100 ഉറുപ്പിക ഉണ്ടായ സുഖമായിട്ട് ജീവിക്കാം, എനിക്ക് 1000 10,000 ഉണ്ടായാലും ഒരു ദിവസം ജീവിക്കാൻ കഴിയില്ല, എന്തൊക്കെ ജീവിതത്തിന്റെ കഷ്ടപ്പാട്. ഓനൊക്കെ റാഹത്തായിട്ട് ഓൻ നെല്ലിക്ക് വാങ്ങുന്നുണ്ട്, ഓനാണെന്ന് കഞ്ഞിയും കൂടി അതും തിന്നുന്നുണ്ട്, ഓനക്ക് സുഖമായിട്ട് ജീവിക്കാം. കാറിൽ പോകുമ്പോൾ അയാൾ ആലോചിക്കാണ്, ഇവൻ തിരിച്ചു ആലോചിക്കാണ്, അയാളെന്ത് സുഖത്തിലല്ലത്. സാറിന്റെ ദുനിയാത്ത് വൈസായിയേ, ദുനിയാവ് പറഞ്ഞ ഇതിന്റെ പേരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വിചാരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെ ജീവിതത്തേക്ക് കയറിയാൽ എല്ലാവരും ഭയങ്കര അസ്വസ്ഥതകളിലാണുള്ളത്, ഭയങ്കര ടെൻഷനിലാണുള്ളത്. സാറിന് ടെൻഷന് പരിഹാരം എന്താണ്? പൈസ ഉണ്ടാവില്ല. പൈസ ഉണ്ടാകണമെങ്കിൽ ആർക്ക് ടെൻഷൻ ഉണ്ടാകാൻ പാടില്ലല്ലോ. വെറുതെ തോന്നാണ് ഞാൻ അടുത്ത സ്ഥലത്തെത്തി എന്റെ പ്രശ്നം തീരുന്നു. ഇത് ശൈത്താന്റെ നമ്പർ 1 ദോക്ക, നമ്പർ 1 വഞ്ചനയാണ്. ഒരാളിങ്ങനെ വിചാരിക്കാണ് ഞാൻ അടുത്ത ഓലപ്പര നോട്ടുപരയിലെത്തിയാൽ എനിക്ക് സുഖാവെന്ന് വിചാരിക്കാണ്. ആവോ? നിങ്ങൾ പറയത്തെ ആവൂല. ഒരാൾക്ക് 10,000 രൂപ ഉണ്ട്, 10,000 രൂപ ശമ്പളം ഉണ്ട്, അയാൾ ഞെരിഞ്ഞിങ്ങനെ ജീവിക്കുന്നുണ്ടാവും. അയാൾ വിചാരിക്കാണ് എനിക്കൊരു 20,000 രൂപ ശമ്പളമൊക്കെ റാഹത്തായി ജീവിക്കാൻ. പക്ഷെ 20,000 രൂപ അയാളെ പ്രശ്നം തീരോ? തീരൂല. അപ്പം മിന്നും പ്രശ്നങ്ങളാണ്. ഇങ്ങനെ
ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ എത്തുമ്പോൾ വിചാരിക്കാണ് അവിടെ എത്തിയാൽ എനിക്ക് സമാധാനം ഉണ്ടാവും, അവിടെ എത്തിയാൽ എനിക്ക് സുഖം ഉണ്ടാവും. ഇവിടെ നമ്മൾ റെയിൽവേ ട്രാക്കിൽ ഇറങ്ങി നിന്നു, നേരെ കാണുന്നുണ്ട്, കിലോമീറ്ററുകളോളം നേരെ ഇങ്ങനെ ട്രാക്ക് കാണുന്നുണ്ട്. ഒരാൾ ട്രാക്കിൽ ഇങ്ങനെ ഇറങ്ങി നിന്നു, നടുക്കിങ്ങനെ നിന്നു. നടുക്കുന്നിങ്ങനെ ദൂരത്തേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്ന കുറെ കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഈ രണ്ട് ട്രാക്കും കൂടി ഒന്നാണ് കാണാൻ പറ്റില്ലേ? ഒന്നാണ് കാണാം. ഇയാൾ ഈ പയ്യങ്ങനെ ആലോചിച്ചു, ഇതെന്തൊരവസ്ഥയാണപ്പാ, ഇതെന്തൊരവസ്ഥയാണ്. ഈ ട്രാക്ക് ഇവിടെ രണ്ടെണ്ണായിട്ട് പോകുന്നുണ്ട്, അവിടെ എത്തുമ്പോ ഒന്നാവുണ്ട്. ഇവിടുന്ന് ട്രെയിൻ പോകണം മനസ്സിലായി, അവിടെ എത്തുമ്പോ എങ്ങനെ ട്രെയിൻ പോവുക, അവിടെ ഒന്നല്ലുള്ളൂ. എത്ര ആലോചിച്ചിട്ട് ഐഡിയ കിട്ടില്ല. ഇവൻ ആ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്നു, ഒരു 2 കിലോമീറ്റർ നടന്നു. അപ്പോഴൊക്കെ എന്താ ഉണ്ടാവുക? ഒന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. പക്ഷെ 2 കിലോമീറ്റർ കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ കുറെ അപ്പുറത്ത് എന്തായിട്ടുണ്ടാവും? 1 ഉണ്ടാവും. വീണ്ടും അയാൾ നടന്നു, ഒരു 4 കിലോമീറ്റർ നടന്നു നോക്കി. അപ്പോഴെന്താണ്? അവിടെ 2 തന്നെയാണ്. പിന്നെയും അങ്ങനെ എത്ര നടക്കേണ്ടി വരും? അപ്പൊ സംഗതി എന്താണ് പറഞ്ഞാൽ, അത് കുറെ പോയാൽ അവിടെ ഒന്നാകുന്നത് പോലെ തോന്നുകയാണ്. ഒന്ന് ഇതേപോലെ ഇങ്ങനെ തോന്നുകയാണ്. എന്റെ ഈ പ്രശ്നം തീർന്നാൽ എന്റെ പ്രശ്നങ്ങളൊക്കെ എന്തായി തീർന്നു. പക്ഷെ അവിടെ എത്തുമ്പോ എന്താവും? പിന്നെയും പ്രശ്നങ്ങളാണ്. മരീചിക എന്നൊരു സാധനമുണ്ട്. സാധാരണഗതിയിൽ നല്ല വെയിലുണ്ടാവുമ്പം പിന്നെ ടാറിട്ട റോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം വെട്ടുന്ന പോലെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഓളം പോലെ. മരീചിക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ദാഹിച്ച് വലഞ്ഞ് പരവശനായ ഒരാള് വെള്ളം അന്വേഷിച്ചിങ്ങനെ പോവാൻ ശാലിങ്ങനെ നോക്കുമ്പോ കുറെ അപ്പുറത്ത് വെള്ളം ഉള്ളത് പോലെ തോന്നും. വീണ്ടും അയാൾ ദാഹത്തോടു കൂടി നടക്കും. അവിടെ എത്തുമ്പോ അവിടെ എന്തുണ്ടാവില്ല, വീണ്ടും അപ്പുറത്തേക്ക് പോവാൻ. ഇതേപോലെയാണ് പ്രശ്നങ്ങൾ. ശൈത്താൻ വളരെ അടുത്ത് പരിഹാരം കാണിച്ചു തരും. പക്ഷെ ആ പരിഹാരത്തിന് വേണ്ടി നമ്മൾ നടന്നാൽ പ്രശ്നത്തിനൊന്നും എന്തുണ്ടാവില്ല. ഒന്ന് കഴിയുന്നതിന് അടുത്തത്, അടുത്ത കഴിയുന്നതിന് അടുത്തത്. പ്രശ്നങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾക്ക് ശേഷം വീണ്ടും പ്രശ്നങ്ങൾ. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു 7 വയസ്സായ ഒരു കാക്കനോട് ചോദിച്ചു നോക്കി, നിങ്ങളെ പ്രശ്നമൊക്കെ തീർന്നു വെച്ചാൽ അയാൾക്ക് അപ്പോഴും എന്തുണ്ടാവും? ഇത്ര കാലം ഓടിയ പ്രശ്നം തീർക്കാനാണ്, ഇപ്പോഴും പ്രശ്നങ്ങളാണുള്ളത്. സാറിമാരെ, ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? നമ്മളെ പ്രശ്നങ്ങൾക്കുള്ള പ്രശ്നത്തിന് എന്തായാലും പരിഹാരമാണല്ലോ. എന്താ പരിഹാരം? പ്രശ്നത്തിലുള്ള ശരിയായ പരിഹാരം എന്താണ് പറഞ്ഞാൽ, വസ്തുക്കളല്ല, പൈസ അല്ല, അധികാരമല്ല, സ്ഥാനമാനങ്ങളല്ല, സമ്പത്തല്ല, വീടല്ല, വാഹനമല്ല. ഇതൊന്നും പ്രശ്നത്തിനുള്ള പരിഹാരമല്ല. അതൊക്കെ നമുക്ക് ആണെന്ന് തോന്നാണ്. കാറിട്ടേന്റെ പ്രശ്നം തോന്നും, കാറിട്ടാ പിന്നെയും പ്രശ്നത്തിലാണ്. ഇതിലൊന്നും സമാധാനമില്ല. ചില ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട് സമാധാനത്തിന് വേണ്ടിയിട്ട്, ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, സാധാരണഗതിയിൽ ഒരാൾക്ക് ഇപ്പൊ ഒരു 50% ടെൻഷൻ ഉണ്ട്. അയാളെ കൈമേൽ ഒരു 500 രൂപയുണ്ട്. അയാൾ ടെൻഷൻ തീർക്കാൻ എന്താ ചെയ്യല്? സാധാരണഗതിയിൽ എവിടെയെങ്കിലൊക്കെ, ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല, ചില നാടുകളിലൊക്കെ പോയാൽ അടുത്ത് ബാറുണ്ടാവും. അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ബാറിൽ നിന്ന് കാണും. സന്തോഷം ഉണ്ടായാലും കാണുവാന്, ദുഃഖം ഉണ്ടായാലും കാണും. ബാറിൽ പോയി 10-500 രൂപയ്ക്ക് എന്തെങ്കിലും വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു, ഭയങ്കര ഹരയിക്കും. ആളിങ്ങനെ സ്വർഗത്തിലായ മയിലുണ്ടാവും. കോലുമയിലുള്ള മനുഷ്യന്മാരും ഭയങ്കര ഡയലോഗാ പൊട്ടിക്കുക, ഭയങ്കര സംഭവമൊക്കെ ആയിട്ടുണ്ടാവും. കാരണം എന്താ? ബുദ്ധിന്റെ വകതിരിവ് നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഉണ്ടാകാറിനാൽ അയാൾക്കൊന്നും മനസ്സിലാവില്ല. അയാൾ ഭയങ്കര സുഖത്തിലല്ലേ. എത്ര സമയം ഉണ്ടാവും സുഖം? എത്ര സമയം ഉണ്ടാവും? എന്തെങ്കിലൊന്നും പറയാത്ത കുറഞ്ഞ നേരം ഉണ്ടാവുള്ളൂ. കുറഞ്ഞ നേരം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ അയാൾക്ക് ടെൻഷൻ ഇപ്പൊ എത്ര ശതമാനം ഉണ്ടാവും? 50 100 ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ 500 രൂപ ഉണ്ടെങ്കിൽ അവൻ തീർന്നു. പിന്നെ അടിച്ചു വന്നപ്പോ ഏതെങ്കിലും ആരെയും ചങ്ങായിന്റെ ഭരണി പൊട്ടിക്കേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിന് പിന്നെ ഉണ്ടാക്കണം. പ്രശ്നമാണ്. അപ്പൊ പിന്നെ താൽക്കാലിക സമാധാനത്തിന് വേണ്ടി ചെയ്തത്, പക്ഷെ അതിന് പരിഹാരമില്ല. ഓരോ വഴികളും അന്വേഷിച്ച് നോക്കിയാൽ അതിലൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. കഞ്ചാവ് അടിക്കുന്ന ആൾക്കാർ കുറഞ്ഞ സമയത്തേക്കാണ്, പിന്നെ ജീവിതം മുഴുവൻ പാഴാവുകയാണ്, ഒരു സ്വസ്ഥത ഇല്ലാതാവുകയാണ്.
വ്യഭിചരിക്കുന്ന ആളുകൾ കുറഞ്ഞ സമയത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഉള്ള അഭിമാനമുള്ള ജീവിതം മുഴുവൻ പാഴാക്കാണ്. ദാരിദ്ര്യം ഉണ്ടാവും വ്യഭിചരിക്കുന്ന ആളുകൾക്ക്, അത് വേറെ ഉണ്ടാവും. അങ്ങനെ ഓരോ സുഖത്തിന്റെ പിന്നിലും മനുഷ്യൻ വലിയ വലിയ ത്യാഗങ്ങൾ അനുഭവിക്കണം. കാലാകാലത്തേക്കുള്ള പ്രശ്നം തീർന്നില്ല. പക്ഷെ സാറുമാര് സ്നേഹമാരെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? ചിലപ്പം സാധാരണഗതിയിൽ ഉണ്ടാവില്ലേ, ചെറുപ്പക്കാരെല്ലാവരും കൂടി തീർന്നു. ഇവിടെ ഉണ്ടാവില്ലെന്ന് അറിയില്ലെങ്കിൽ വലിയ ഏതെങ്കിലും വണ്ടി ഉണ്ടാവും, സ്കോർപിയോ, ഇന്നോവേ, അല്ലെങ്കിൽ അതേമാതിരിയുള്ള ഏതെങ്കിലും കോളിസോ, ഏതെങ്കിലും വലിയ വണ്ടി ഉണ്ടാവും. അത് ഏതെങ്കിലും സൈഡിൽ നിർത്തിണ്ടാവും. എല്ലാം ഫുൾ കമ്പനി കയറി ഉണ്ടാവും. അതിൽ ഫുൾ കമ്പനി കയറി. അപ്പൊ അതിൽ ഒരു സീറ്റ് കാലിണ്ട്, റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഒരു കൂട്ടുകാരങ്ങനെ മീൻ വാങ്ങി പോകുമ്പോഴാണ് കാണുന്നത് വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഫുള്ള് വേണ്ട കമ്പനികളാണ്. അവനോട് എവിടേക്ക് നിങ്ങൾ പോണ ചോദിച്ചു. ഇപ്പൊ ഒരു പറഞ്ഞു ഞങ്ങൾ ഊട്ടിക്ക് പോവാനായിരുന്നു. അപ്പൊ അവനോട് ചോദിച്ചു ഈ വരുന്നുണ്ട് ചോദിച്ചു. അവൻ പറഞ്ഞു ഞാൻ ഇപ്പൊ പെട്ടെന്ന് പ്രശ്നം കണ്ടാ ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുണ്ട്, ഞാൻ ഒന്ന് വീട്ടിൽ പോട്ടായിരുന്നു. അവൻ വീട്ടിൽ പോയി. അപ്പൊ അവന്റെ ബൈക്കിന്റെ മേലെ വേറെ തന്നെ കയറി കൂട്ടത്തില്. അവിടെ ഇപ്പം ഗേറ്റിന്റെ അടുത്ത് ഇറങ്ങി ചങ്ങായി. അവൻ വീട്ടിൽ മീനൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ അവന്റെ ഉമ്മ ചോദിച്ചു എവിടെ നീ എത്ര നേരമായി എന്നെ കാത്തിക്കുന്നു? അപ്പൊ ചോദിച്ചു എന്താ വിഷയം തന്നെ ചോദിച്ചു. പറഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പറഞ്ഞു ഇത് ഇക്കാക്കന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം, അവിടുന്ന് 4 കിലോമീറ്റർ വേറെ പോകണ്ട്, ഇതൊന്നും അവിടെ കൊണ്ടുപോയി കൊടുക്കണം, എപ്പൊ എന്നെ കാത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ എന്താ പറയാ, ഇവൻ ഫുള്ള് എവിടെയുള്ളത് ഒന്നും പറയുന്നില്ല. എവിടെയുള്ളത് ഫുള്ള് കമ്പിന്റെ കൂട്ടത്തിൽ ഊട്ടിക്ക് പോകാനുള്ള ഫുൾ ഫിക്കറിലുള്ളത്. ഓരാണ് അവനെ വെയിറ്റ് ചെയ്തത്. ഓൻ പറയും ഇപ്പോഴൊന്ന് കൊണ്ടുവരുന്ന കഴിയില്ലെന്നൊക്കെ പറഞ്ഞു. ഉമ്മ പറഞ്ഞു ഇപ്പൊ കൊണ്ടുപോയി കൊടുക്ക്. ഉമ്മനോട് ചീത്ത പറഞ്ഞു, ആകെ പ്രശ്നമാക്കി, എനിക്ക് വേറെ വഴിക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ എന്താണ് ഓന്റെ പൈസ ഇല്ല. അപ്പൊ അവിടെ തന്നെ കമ്പനിയോട് പറഞ്ഞു, കമ്പനി പറയണേ 500 രൂപ ഞാൻ തരാം, ബാക്കി ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഇനി ഒരു 500 കൂടി ഉണ്ടാക്കാൻ ഞാൻ നോക്കും. വീട്ടിൽ ചെറിയ പെങ്ങളുണ്ട്, ഓളെ വിളിച്ചു. ഓളോട് പറഞ്ഞു എൻ്റെ ഇത്ര പൈസ അല്ല ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കിങ്ങനെ മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് പൈസ അല്ലെങ്കിൽ തന്നതാണ്, അതുണ്ട്, പക്ഷെ ഞാൻ മറ്റന്നാൾ പോവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓർഡർ ആൾക്കാരെ വാങ്ങി, നീ കൊണ്ട ഞാൻ നമുക്ക് തരണ്ടെന്നൊക്കെ പറഞ്ഞു. ഓർഡർ വാങ്ങി, വേഗം കവർ എടുത്തു, അതിൽ സാധനങ്ങളൊക്കെ കുത്തി നിറച്ചു, വിട്ടു. വണ്ടി കയറിയിട്ട് പോകും. സാധാരണഗതിയിൽ ഇവിടെ ഏതാ റൂട്ട്? ഊട്ടിക്ക് നിലമ്പൂർ വഴി തന്നെ. ഇവിടെ അങ്ങനെ പോവും. ഇവിടെ നാട് വിട്ടാൽ മതി. തിരൂര് കോട്ടക്കലൊക്കെ കഴിഞ്ഞ് മലപ്പുറം സൈഡൊക്കെ എത്തിയാൽ പിന്നെ ഫുള്ള് വണ്ടിയിൽ പാട്ടും ഒച്ചപ്പാടേക്കും. നാട് കാണി ചുരമൊക്കെ കയറുകയാണെങ്കിൽ ഫുള്ള് ഭയങ്കര സൗണ്ടിൽ പാട്ടും ഒച്ചപ്പാടും കയ്യൊട്ടലും ഇറങ്ങലും ആകെ അരച്ചിൽ പോവാണ്. ഞാനടുത്തി ഊട്ടിയിലെത്തി. അവിടെ ഒരു ദിവസം നിന്നു. പിന്നെ അപ്പുറത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൈസൂരും അങ്ങോട്ടൊക്കെ എത്തിയിട്ട് ഞാൻ 2-3 ദിവസമായി. ഉള്ള പൈസ മുഴുവൻ തീർന്നു. ആകെ വണ്ടിക്കാരന് കൊടുക്കാനുള്ള എണ്ണ കടിച്ചാനുള്ള പൈസ മാത്രമേ ഉള്ളൂ. നാട്ടിലേക്ക് വരികയാണ് ഇങ്ങനെ. എന്തൊക്കെ അവസ്ഥ? നാട് കാണി ചുരക്കെ വരുമ്പോൾ ചെറിയ ഒച്ചവടമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ അവിടെ വന്ന് ഏകദേശം കോട്ടക്കൽ നിങ്ങോട്ട് വരികയാണെങ്കിൽ വെന്നിയൂർ റോഡിന് കടക്ക് കയറിയാൽ പിന്നെ ഒച്ചൊക്കെ എന്തെങ്കിലും പറയാത്ത ഒച്ചൊക്കെ ഇങ്ങനെ നിന്ന് താനൂരിങ്ങനെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാല് തെയ്യാല ആ ഭാഗത്തൊന്നും ഇങ്ങനെ എത്തിയാല് ഒരു ആംബുലൻസ് മാതിരി ഉണ്ടാവും. എന്ത് ആ സ്കോർപിയോ അല്ലെങ്കിൽ ആ ഇന്നോവ എന്തുമാതിരി ഉണ്ടായാല് ഒരു ആംബുലൻസ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാവും. ഡ്രൈവർ ഇങ്ങനെ വിടുണ്ടാവും. ഒച്ചൊക്കെ ഫുള്ളെന്തായി എന്തെങ്കിലും പറയാത്ത ഫുള്ള് നിന്നു. നിങ്ങളെ ലാസ്റ്റ് കയറി ഓനെ പറ്റി ആലോചിക്കുകയാണ്. ഓന്റെ വീട് ഒരു വയലിന്റെ സൈഡിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ്. ഓനെങ്ങനെ ഇറക്കി കൊടുത്തു കിടന്ന് വണ്ടി ഇങ്ങനെ പോണേക്ക് ഓനൊരു കവറും പിടിച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഓന്റെ പെരേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. എന്തായിരിക്കും ഓന്റെ മനസ്സിലുണ്ടാവുക? നിങ്ങൾ പറയും. ചെങ്ങൈനോട് 500 അത് തീർന്നു, പെങ്ങളോട് 500 അതും തീർന്നു. മാത്രമല്ല ഇക്കാക്കന്റെ വീട്ടിൽ സാധനം കൊണ്ടെടുക്കാൻ പറഞ്ഞിട്ട് കൊണ്ടു കൊടുത്തിട്ടില്ല. ഇനി പെരയിൽ എന്തായാലും എന്തേക്കാറ് പെരയിലെത്തിയ ഉമ്മൊക്കെ ചൂടാവുണ്ട്, ആകെ പ്രശ്നമാണ്. സത്യത്തിൽ ഒരു ചെറിയ സുഖത്തിന് വേണ്ടിയാ പോയത്, ഒരു ഹരത്തിന് പോയതാണ്. പക്ഷെ വന്നപ്പോ എന്തായി? ഫുൾ ഹരം തീർന്നു. ഇതിന്റെ പേരാണ് ദുനിയാവ് എന്ന് പറഞ്ഞത്. നമ്മൾ എത്ര ഹരം ഉണ്ടാക്കാൻ നോക്കിയാലും ഇതിലൊന്നും ഹരമില്ല. പിന്നെ എവിടെയാണ് ഹരം ഉള്ളത്? എവിടെയാണ് സ്വസ്ഥത ഉള്ളത്? എവിടെയാണ് സമാധാനം ഉള്ളത്? തീർച്ചയായിട്ടും സമാധാനം ഉണ്ട്. ഒരു കമ്പനി ഇപ്പൊ ഇന്നോവ, ആ ഏത് കമ്പനി ഇറക്കണേ? ടയോട്ടയാണ് ഇറക്കണത്. ഒരാദ്യം ഒരു വലിയ പുതിയ വണ്ടിയൊക്കെ വാങ്ങിനി, അല്ലെങ്കിൽ ഒരു ഫോർച്യൂണറോ ഏതെങ്കിലും ഒരു വണ്ടി വാങ്ങിനി. അപ്പൊ അയാളവിടെ വീട്ടിന്റെ മുന്നേ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ഒരു ഡ്രൈവറുണ്ട്, ചെറുപ്പക്കാരൻ. ഈ ഡ്രൈവർ രാവിലെ ഇറങ്ങി വെള്ളമൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി. അപ്പൊ ഇയാള് പറഞ്ഞു എന്താണ് പണി വെച്ച്? പുതിയ വണ്ടിയാണ്, അയാൾ പൈസ കൊടുത്തിട്ടേ ഉള്ളൂ.
അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ അത് തീർന്നില്ല. അയാൾ എന്താ പണി ചോദിച്ചാൽ വെള്ളം എന്തെങ്കിലും വെള്ളം ഒഴിക്കണം, ഇതൊക്കെ ഒഴിക്കണം, നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു അടക്ക് ഞാൻ ഇപ്പോൾ വരാൻ. അയാൾ പേപ്പർ വായിച്ചുകൊണ്ട് കഴിഞ്ഞു. അയാൾ പേപ്പറൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അയാൾ വന്നു ഇറങ്ങി. ഇപ്പോൾ ഇങ്ങനെ റേഡിയേറ്ററിൻ്റെ അവിടെ കുറച്ച് വെള്ളം പാരണമെന്നാണ് നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞു ഇവിടെ വെള്ളം പാരാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞു മുതലാളി ഇവിടെയാണ് വെള്ളം പാരണ്ടായിരുന്നു. എടാ പൈസ ഞാനാണ് കൊടുത്ത, ഇവിടെ എന്താ പാരണ്ടെന്ന് ഞാനാ തീരുമാനിക്കില്ലായിരുന്നു. അവനോട് അവിടെ ഡീസലിന്റെ ഒഴിച്ച് എന്റെ പാരേറുന്നു കേട്ടാ, ഡീസൽ ടാങ്ക് മുതലാളി ഇവിടെയാണ് ഒഴിക്കലറിഞ്ഞി, അവിടെ വെള്ളം പാരടാറുണ്ട്. അത് വലിയ ടാങ്കാണ്. ഏത് ആ വലിയ ടാങ്കാണ്, അതിൽ വെള്ളം പാരേറി. എന്താ പോയിക്കാ സത്യത്തിൽ മുതലാളി പൈസ എടുത്ത് വണ്ടി വാങ്ങിയൊക്കെ ശരി തന്നെയാണ്. ഡീസൽ എവിടെ ഒഴിക്കണം, വെള്ളം എവിടെ ഒഴിക്കണം, ഓയിൽ എവിടെ പാരണം, അത് തീരുമാനിക്കേണ്ട ആരാ? മുതലാളിയാ? ആരാണ്? കമ്പനിക്കാരാ തീരുമാനിക്കേണ്ടത്. ഒരു പറഞ്ഞോടുത്ത് വയ്ക്കണം. സഹമനസ്നേഹമാരെ, നിങ്ങളൊക്കെ സൃഷ്ടിച്ചവനായ അല്ലാഹ്, ഓനാണ് നമ്മളെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയത്. നമുക്ക് ഹൃദയത്തെ തന്നവനാണ്, കയ്യും കാലും തന്നവനാണ്, കണ്ണ് തന്നവനാണ്, എല്ലാം നൽകിയവനാണ്. നമ്മളെ ഫുൾ ഇഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആരാ വർക്ക് ചെയ്യിപ്പിക്കുന്നത്? അല്ലാഹുവാണ്. ഈ ഹൃദയത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു പറയണം നിങ്ങൾക്ക് എന്തിനാ സമാധാനം ഉള്ളത്. അല്ലാണ്ട് നമുക്ക് തോന്നിയാലൊന്നും സമാധാനം ഉണ്ടാവോ? ഈ പറഞ്ഞൊക്കെ നമുക്ക് തോന്നി, നമ്മളെ ബുദ്ധിക്ക് യോജിച്ചതാണ് ഈ പറഞ്ഞതൊക്കെ. അതിലൊന്നും നമുക്ക് സമാധാനമില്ല. നമുക്ക് എന്തൊരു സമാധാനം ഉണ്ട്? അത് കമ്പനിന്റെ ഉടമ തന്നെ പറയണം. ഈ മനുഷ്യന്റെ ഉടമ ആരാണ്? അല്ലാഹ്. അല്ലാഹു പറയാൻ അലാ ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ അറിയണേ, സമ്പത്തിൽ സമാധാനം ഉണ്ടെന്ന് അന്വേഷിച്ച് ഓടുന്ന മനുഷ്യരെ അലാ അറിയണേ, മദ്യത്തിൽ സമാധാനം ഉണ്ടെന്ന് വിചാരിക്കുന്നവരെ അലാ അറിയണേ, വസ്തുക്കളിൽ സമാധാനം കണ്ടെത്തുന്ന മനുഷ്യരെ അലാ അറിയണേ, അലാ അലാ അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണയിൽ, പടച്ചവന്റെ ഓർമ്മയിൽ, ചിന്തയിലാണ് മനുഷ്യ ഹൃദയങ്ങൾക്ക് സമാധാനം ഉള്ളത്. നമ്മളെ മനസ്സിന്റെ സമാധാനം അള്ളാഹുവിന്റെ ഓർമ്മയിലാണ്. അള്ളാഹുവിന്റെ ഓർമ്മയില്ലാത്ത മനസ്സുകൾ മുഴുവൻ എന്താണ്? അസ്വസ്ഥതയും അസമാധാനമായിരിക്കും. ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അവൻ കോടീശ്വരനായിക്കൊള്ളട്ടെ, അള്ളാഹുവിന്റെ ഓർമ്മയും ചിന്തയില്ലെങ്കിൽ അവർക്ക് സമാധാനമില്ല. ഉറപ്പിച്ച് മനസ്സിലാക്കിക്കോളിൽ. കാരണം ഹൃദയത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവാണ് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹിന്റെ ഓർമ്മ ഉണ്ടാകും. അതല്ലാതെ ആരെന്ത് നമുക്ക് തോന്നിയാലും, കോടീശ്വരനാണ് അയാള്, ഭയങ്കര സാമ്പത്തിക സെറ്റപ്പുള്ള ആളാണ്, ഉന്നതമായ ഫ്ലാറ്റുകളും വില്ലകളും ഉണ്ട്, ഭയങ്കര അടിച്ചുപൊളി ലൈഫാണ്, ആയിക്കോട്ടെ, സമാധാനം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? അയാൾ അള്ളാഹുവിന്റെ കൽപ്പനയും അവന്റെ ഓർമ്മയില്ലെങ്കിൽ. വലിയ പണക്കാരനാണ്, അയാൾ പണത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഓർമ്മയും ചിന്തയുണ്ടെങ്കിൽ ആ മനുഷ്യന് സമാധാനം ഉണ്ടാവും. പട്ടിണി പാവാണ്, ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്തവനാണ്, ചെറ്റക്കുടിയിൽ താമസിക്കുന്ന ആളാണ്. പക്ഷെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഓർമ്മയും ചിന്തയുണ്ടെങ്കിൽ അയാൾ അത്ര സ്വസ്ഥനായ വേറെ ആളുണ്ടാവില്ല സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ ഓർമ്മയും ചിന്ത ഉണ്ടാക്കണം. പണം, അധികാരം, സമ്പത്ത്, ഇത് അള്ളാഹ് ഇഷ്ടമുള്ള ആൾക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്ത ആൾക്കും കൊടുക്കും. നമ്മളെന്താ വിചാരിച്ചു പറഞ്ഞാല്, കുറെ ആൾക്ക് പൈസ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അയാൾ ചെറിയ ചെറിയ പരിപാടി, ഒക്കെ ഭയങ്കര വലിയ വലിയ പരിപാടിയാണ്, ഇഷ്ടം പോലെ പൈസ ഉണ്ടായാണ്. നമ്മൾ അയാളെ പറ്റി പറയും, ഓ അള്ളാഹു അദ്ദേഹത്തിന് ഒന്ന് പറയുന്നത്. ഇപ്പൊ ഫുൾ അള്ളാഹ് ആരെ കൂട്ടത്തിലാണ്? അയാളെ കൂട്ടത്തിലാണ്. അയാള് തൊട്ടൊക്കെ അയാൾ വലയേറ്റിട്ട് ഇറങ്ങിയാൽ മതി, എന്താ കിട്ടല്? ഫുള്ള് ചെമ്മീനും ഉരുളായിക്കോറിയാണ്. ഓന്റെ ബോട്ട് ഇറങ്ങിയ പിന്നെ മറ്റേ വെറുതെ കയറൂല, ഫുള്ള് ഓന്റെ കൂട്ടത്തിലുള്ളത് എന്നൊക്കെ പറയും. സാർമാരെ സ്നേഹമാരെ, നമ്മൾ വിചാരിച്ച എന്താ പറയുക, അള്ള ഒരാൾ ഇഷ്ടപ്പെടുന്ന ബോട്ട് കുറച്ചും ചെമ്മീൻ കൊടുക്കലും ബോട്ട് കുറച്ചും വായക്കോറ കൊടുക്കലും എന്നല്ല. അള്ള ഒരാൾ ഇഷ്ടപ്പെടാറുന്ന ഇഷ്ടപ്പെട്ടാക്കും കൊടുക്കും, പെടാത്താക്കും കൊടുക്കും. എന്ത് ദുനിയാവ്, ദുനിയാവിന്റെ ഈ വിഭവങ്ങൾ അള്ള ഇഷ്ടമുള്ള ആൾക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. സാധാരണഗതിയിൽ കുട്ടികൾ പ്രാവിനെ വളർത്തലുണ്ട്, ഇല്ല എവിടെയൊക്കെ താനൂടെ വളർത്തല് പ്രാവിന്. കുട്ടികൾ ഭയങ്കര ആരയിക്കും. ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബുക്കൊക്കെ സ്ലേറ്റൊക്കെ അല്ലെങ്കിൽ ബാഗൊക്കെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടാവും. ഒന്നോർക്ക് ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടാവും, ചാന്ന് തിന്നവനെ കിട്ടൂല. ഓണേടെന്താ, ഓൻ പ്രാവിനെ അവിടെ പോയിട്ട് ഡബ്ബൊക്കെ തുറന്നിട്ട് അതിന് സാധനമൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് അതിങ്ങനെ തിന്നുക, അതിന്റെ ആഹാരമൊക്കെ ഇങ്ങനെ കാണുക. ഓൻ ഭയങ്കര ഇഷ്ടമാണ് പ്രാവിനെ. ഓൻ അതിന് ഗോതമ്പും അതിന് വേണ്ട സാധനങ്ങളും അതിന് വെള്ളവും അതിന് കൂടും ഒക്കെ ഉണ്ടാക്കുന്ന പണിയില്ല. ഇതൊന്ന്. ഓന്റെ വീട്ടിൽ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, പാത്രങ്ങളൊക്കെ കഴിച്ചു. ഓന്റെ ഉമ്മ ഉണ്ട് ഇങ്ങനെ ഒരു മരത്തിന്റെ ചെറിയ പെട്ടി അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ തകിടിന്റെ ഒരു പെട്ടി,
അതിന്റെ ഡോർ ഇങ്ങനെ സ്പ്രിങ്ങിന്റെ ആക്ഷൻ ഉണ്ട്, നല്ലപോലെ ടൈറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് ഒരു കമ്പി ഇങ്ങനെ അതിന്റെ ഡോർമ കൊളുത്തുണ്ട്, അങ്ങനെ തുറന്നിങ്ങനെ നിൽക്കും. ഒരു കമ്പി ഇങ്ങനെ താഴ്ന്ന അടിക്ക് പോയിട്ടുണ്ടാവും, അതിന്റെ മുകളിൽ എന്തെങ്കിലും കപ്പേ പഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊളുത്തി വെച്ചു കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ നിങ്ങള്? എന്തിനുള്ളതാണ്? എലിപ്പെട്ടി എന്നാണ് അതിന് പറയല്. അപ്പൊ ഉമ്മ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇതൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ടാവും, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു ചെക്കൻ, അവന്റെ ഒരു ജ്യേഷ്ഠുണ്ട്, ഓങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, ചെറിയോണി ഓൻ പ്രാവനെ പോറ്റിന്, ഉമ്മ എലിനെയും പോറ്റിന്. ഉമ്മ എന്തിനും പോറ്റിന്? എലിനും പോറ്റിന്. ഓ രാവിലെ ആയ പ്രാവിന് തിന്നാൻ കൊടുക്കുക, ഉമ്മ ആണെങ്കിൽ രാത്രി എലിക്കും തിന്നാൻ കൊടുക്കുക. എത്ര പോലെ കഥ ശരിയെന്നല്ലേ? ആണോ? എന്താ നിങ്ങൾ പറയത്ത്? ഈ പ്രാവിന് തിന്നാൻ കൊടുക്കുന്ന എന്തിന്റെ പേരിലാണ്? ഇഷ്ടത്തിന്റെ പേരിലാണ്. എലിക്ക് തിന്നാൻ കൊടുക്കണോ? സ്നേഹത്തിനാ? പിന്നെ എന്തിനാ കൊടുക്കണേ? കൊല്ലം കൊടുക്കാണ്. രണ്ടും കൊടുക്കണ എന്താണ്? ഭക്ഷണമാണ്. ഇതേപോലെ തന്നെ അള്ള ഇഷ്ടമുള്ള ആൾക്കും ദുനിയാവ് കൊടുക്കും, ഇഷ്ടമില്ലാത്ത ആൾക്കും എന്ത് കൊടുക്കും? അപ്പൊ ദുനിയാവ് ഒന്നൊരു കിട്ടിയെന്ന് വിചാരിച്ചതിന്റെ പേരിൽ നമ്മൾ വിചാരിക്കണ്ട അള്ളാഹിനോട് ഭയങ്കര ഇഷ്ടം വിചാരിക്കണ്ട. നമ്മളെപ്പോഴും അള്ളാഹിന് ഇഷ്ടം ചെയ്യും. ചില ആൾക്കാർ പറയുന്ന ചെയ്യും, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കണ്ട്, പക്ഷെ നമ്മക്ക് ഇതുവരെ എനിക്കൊരു പേരയും കൂടി ആയില്ല ഇതുവരെ. ഞാൻ എത്ര കാലമായി ഓതൽ തുടങ്ങിയിട്ട് എന്നും ഖുർആൻ ഓതലുണ്ട്, ഞാൻ ഇതൊരു ആറാമ ചെയ്തില്ല. എത്ര പഠിച്ചോൻ എന്നോട് ഇത്ര വലിയ വിരോധം എന്നൊക്കെ. എന്താണ്? ദുനിയാവ് പോരാത്തോണ്ട്. സാധാരണ ദുനിയാവുള്ള ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കും, ഇഷ്ടമില്ലാത്ത ആൾക്ക് കൊടുക്കും. കാറൂന്ന് എത്ര ദുനിയാവ് കൊടുത്ത അല്ലാഹു തആല ഇഷ്ടത്തിന്റെ വില കൊടുത്ത? ഇഷ്ടത്തിന്റെ വില കൊടുത്തല്ല. അവിടെ ദുനിയാവുള്ള ഇഷ്ടമുള്ള ആൾക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്ത ആൾക്കും കൊടുക്കും. പക്ഷെ ദീൻ അള്ള ഇഷ്ടമുള്ള ആൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ദീൻ ആർക്കേ കൊടുക്കുള്ളൂ? ദീൻ ആർക്കാ ഇഷ്ടമില്ലാത്ത? കാറൂന് ദീൻ കൊടുത്തുനോ? ഫിറോന് ദീൻ കൊടുത്തുനോ? ദീൻ ആർക്കാ കൊടുത്തത്? ദീൻ അള്ള ഇഷ്ടമുള്ള ആൾക്ക് മാത്രമേ കൊടുക്കൂ. നബിമാർക്ക് ദീൻ കൊടുത്തു, സഹാബാക്കൾക്ക് ദീൻ കൊടുത്തു, താബിഈങ്ങൾക്ക് ദീൻ കൊടുത്തു. ഒരു പട്ടിണിക്കാരുണ്ടായിരുന്നു, ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ടായിരുന്നു, ത്യാഗം ചെയ്യുന്നവരുണ്ടായിരുന്നു, വീടില്ലാത്തവരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടായിരുന്നു. ദീനുള്ളവർ കൂടി ഒരു ഭയങ്കര റാഹത്തിലുണ്ടായിരുന്നു. പട്ടിണി കിടക്കുമ്പോഴും ദീൻ ഭയങ്കര റാഹത്തിലുണ്ടായിരുന്നു. ഒരാരോട് സങ്കടം പറഞ്ഞിട്ടില്ല, ഒരാരോട് കഷ്ടപ്പാട് പറഞ്ഞിട്ടില്ല. ഒരു പട്ടിണിയിലായിരുന്നു, എന്നാലും ഒരു ദീൻ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. സഹോദരന്മാരെ, സ്നേഹന്മാരെ, അല്ലാഹു തആല ആർക്കെങ്കിലും ഖൈറും നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു തആല എന്ത് കൊടുക്കും? അവർക്ക് ദീൻ കൊടുക്കും. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്ക് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിക്കണോ അവർക്ക് അല്ലാഹു തആല ദീൻ നൽകും. ദീൻ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അവർക്ക് അല്ലാഹു എന്ത് കൊടുക്കും? ദീൻ മനസ്സിലാക്കാനുള്ള തൗഫീഖ് കൊടുക്കും. അതുകൊണ്ട് ദീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദീൻ അല്ലാത്തതൊക്കെ താൽക്കാലികമാണ്, അവർ തീർന്നു പോകും. ദീൻ കാലാകാലത്ത് നമ്മളെ കൂട്ടത്തിലുണ്ടാവും. ദീനാണ് സമാധാനം, ദീനാണ് രക്ഷ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടാക്കണം. സാധാരണ ദീനില്ല മനുഷ്യൻ പോയി. അവൻ പണക്കാരനായാലും നഷ്ടപ്പെട്ടു, ആറും ഭയങ്കര പണക്കാരനായിരുന്നു, പക്ഷെ ദീനില്ല, നഷ്ടപ്പെട്ടു പോയി. എത്ര വലിയ പണക്കാരനായിരുന്നു. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. ഖാറൂൻ ഭയങ്കര സമ്പന്നനായിരുന്നു. അവന്റെ സാമ്പത്തിക സെറ്റപ്പിനെ കുറിച്ച് അള്ളാഹു പറയാൻ, മാ ഇന്ന മഫാത്തിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. അതിശക്തമായ ഒരു സംഘത്തിന് വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നു എന്ത്? അവന്റെ താക്കോൽ കൂട്ടങ്ങൾ. താക്കോലുകൾ തന്നെ വലിയൊരു സൈന്യത്തിന് ചുമക്കാൻ മാത്രം ഉണ്ടായിരുന്നു, വലിയൊരു സംഘത്തിന്. അത്ര വലിയ ഖജനാവിന്റെ ഉടമയായിരുന്നു. പക്ഷെ സമ്പത്തുണ്ടായിരുന്നു, എന്തുണ്ടായില്ല? ദീൻ ഉണ്ടായില്ല. അള്ളാന്റെ കൽപ്പന അനുസരിച്ചുള്ള ജീവിതമില്ല. ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റിയതില്ല, ജീവിതം ഉണ്ടായില്ല. ഈ സമ്പത്ത് മുഴുവൻ ഉള്ളതിനോട് കൂടി അല്ലാഹു തആല അവനെ ആഴ്ത്തിക്കളഞ്ഞു. ഫിറഔൻ ഭയങ്കര രാജാവായിരുന്നു. മിസ്റിന്റെ രാജാധികാരം എനിക്കുള്ളതല്ലയോ? താഴ്ഭാഗത്ത് കൂടി ഒഴുകുന്ന നദികളെല്ലാം എന്റേതല്ലയോ എന്നൊക്കെ ചോദിച്ച വലിയ ഫിറഔൻ. പക്ഷെ അവന്റെ കൈമൽ ദീനുണ്ടായില്ല, ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അധികാരം ഉണ്ടായിരുന്നു, സൈന്യങ്ങൾ ഉണ്ടായിരുന്നു, തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്തുണ്ടായില്ല? ദീനില്ല. അതുകൊണ്ട് അല്ലാഹു തആല ദീനില്ലാത്തോട് കൂടി അവനെ നൈൽ നദി ചെങ്കടലിൽ അല്ലാഹു തആല മുക്കിക്കൊന്നു കളഞ്ഞു. ചെങ്കടലിൽ അല്ലാഹു മുക്കിക്കൊന്നു കളഞ്ഞു.
അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് സാധനം ഉണ്ട്, ദീനില്ലെങ്കിൽ പിന്നെ അതിനോട് ഒരു കാര്യമില്ല. ദീനില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഒരു പൂജ്യം അതിനെന്തെങ്കിലും വില ഉണ്ടോ? ഒന്ന് പറയുങ്ങള്. പൂജ്യം, 2 പൂജ്യമായി വില ഉണ്ടോ? 3 പൂജ്യമായി വില ഉണ്ടോ? അങ്ങനെ ബാങ്കിന് മറുപടി അറിയുന്നുണ്ട്. നമുക്ക് പോയിട്ട് നിസ്കരിക്കും ചെയ്യാം. എല്ലാവരും ഇരിക്കും.